ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 41. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതീഃ സമാഃ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ. വിവർത്തനം. അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദമനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. ഭാവാർത്ഥം. പരാജയമടഞ്ഞ യോഗികളിലും 2 തരക്കാരുണ്ട്. ചിലർ തെല്ലൊന്ന് മുന്നേറിയ ശേഷം വീണുപോകുന്നു. മറ്റു ചിലർ ഏറെക്കാലത്തെ പരിശീലനത്തിന് ശേഷവും. അല്പകാലത്തിനുള്ളിൽ തോൽവിയേൽക്കുന്നവരാണ് പുണ്യാത്മാക്കൾക്കു മാത്രമായുള്ള ഉപരിലോകങ്ങളിൽ പ്രവേശിക്കുന്നത്. അവിടെ അനേകം വർഷങ്ങൾ കഴിച്ചു കൂട്ടിയതിനു ശേഷം അവർക്ക് പിന്നെയും ഭൂമിയിലേക്ക് വരണം. ഒരു ധർമ്മബോധമുള്ള വൈഷ്ണവ ബ്രാഹ്മണന്റെയോ കുലശ്രേഷ്ഠതയുള്ള ധനാഢ്യന്റെയോ കുടുംബത്തിലായിരിക്കും അന്ന് അവരുടെ പിറവി. കൃഷ്ണാവബോധത്തിൻ്റെ അത്യുന്നത പരിപൂർണതയാർജിക്കലാണ് യോഗാനുഷ്ഠാനത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം. ഈ അധ്യായത്തിൻ്റെ ഒടുവിലുള്ള ശ്ലോകം അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതിനു വേണ്ടുന്ന മഹാപ്രയത്നത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് കഴിയാതെ പോയവർക്കും ഭൗതിക ആകർഷണങ്ങൾക്ക് വഴങ്ങി യത്നങ്ങളിൽ പരാജിതരായവർക്കും തങ്ങളുടെ ഭൗതിക വാസനകളെ പൂർണ്ണമായി ഉപയോഗിക്കാൻ ഭഗവത് കരുണയാൽ അവസരം ലഭിക്കും. പിൽക്കാലത്ത് ധർമ്മബോധവും ശ്രേഷ്ഠതയുമുള്ള കുടുംബങ്ങളിൽ ഐശ്വര്യത്തോടെ ജീവിക്കാനും അവർക്ക് അവസരമുണ്ടാകുന്നു. ഇത്തരം കുടുംബങ്ങളിൽ ജനിച്ചവർ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കൃഷ്ണാവബോധത്തിലേക്ക് സ്വയം ഉയരാൻ ശ്രമിക്കേണ്ടതാണ്. ശ്ലോകം 42. അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മ യദീദൃശം. വിവർത്തനം. അല്ലെങ്കിൽ ഏറെക്കാലം യോഗാനുഷ്ഠാനം ചെയ്തിട്ടും അതിൽ വിജയി ആകാതിരുന്നാൽ അഭിജ്ഞരായ അതീന്ദ്രിയ യോഗികളുടെ കുലത്തിൽ പിറന്നു എന്ന് വരാം. തീർച്ചയായും ഈ ലോകത്തിൽ അത്തരത്തിലുള്ള ജന്മം സുദുർലഭമാണ്. ഭാവാർത്ഥം. മഹാജ്ഞാനികളായ യോഗികളുടെ അഥവാ അതീന്ദ്രിയജ്ഞാനികളുടെ കുലത്തിലുള്ള ജനനത്തെ ഭഗവാൻ പ്രശംസിക്കുന്നത് അങ്ങനെ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ജീവിതാരംഭം മുതൽക്കേ ആധ്യാത്മിക പ്രവണത ഉണ്ടാകുമെന്നതുകൊണ്ടാണ്. വിശേഷിച്ച് ആചാര്യരുടെയും ഗോസ്വാമികളുടെയും കുടുംബങ്ങൾ. പാരമ്പര്യത്താലും പരിശീലനം കൊണ്ടും ഇത്തരം കുടുംബങ്ങൾ പാണ്ഡിത്യവും ഭക്തിയും ഉള്ളവരാകുന്നു. അങ്ങനെ അവർ ആധ്യാത്മിക ആചാര്യന്മാരായി തീരുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ അത്തരം ആചാര്യ കുടുംബങ്ങൾ ഒട്ടേറെയുണ്ട്. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും കുറവ് കൊണ്ട് അവയ്ക്ക് അധഃപതനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭഗവത് കാരുണ്യത്താൽ തലമുറകളായി അതീന്ദ്രിയജ്ഞാനികളെ വളർത്തിയെടുക്കുന്ന ചില കുടുംബങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. അവയിൽ ജന്മമെടുക്കാൻ ഭാഗ്യവിശേഷം കൊണ്ട് മാത്രമേ കഴിയൂ. ഭാഗ്യവശാൽ തന്നെയാണ് നമ്മുടെ ആത്മീയ ഗുരു ഓം വിഷ്ണുപാദ ശ്രീമദ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജും ഈ എളിയവനും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ജനിക്കാൻ ഇടവന്നത്. കൃഷ്ണന്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ജീവിതാരംഭം മുതൽക്കേ ഭഗവത് സേവനത്തിനു വേണ്ടുന്ന പരിശീലനം സിദ്ധിക്കുകയുണ്ടായി. പിന്നീട് അതീന്ദ്രിയ വ്യവസ്ഥയുടെ ക്രമമനുസരിച്ച് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും ചെയ്തു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.